Cali know then Cali know then Cali know then yeah. Cali know then Cali know then Cali know then yeah. Hey yo, it's Northern California, grab a drink and let the record show. It's Northern California, grab a drink. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഷിപ്പിൽ ഒരു ഡെക്ക് കാഡറ്റ് അല്ലെങ്കിൽ ഒരു ഡെക്ക് ഓഫീസറായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏത് കോഴ്സ് പഠിക്കണം, എങ്ങനെയാണ് ഷിപ്പിലേക്ക് കയറാൻ പറ്റുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഷിപ്പിൽ ഒരു ഡെക്ക് കാഡറ്റ് അല്ലെങ്കിൽ ഡെക്ക് ഓഫീസർ റാങ്കിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ളവർക്ക് പഠിക്കാൻ പറ്റിയ രണ്ട് നല്ല കോഴ്സസ് ആണ് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസും BSc നോട്ടിക്കൽ സയൻസും. അപ്പോൾ ഈ രണ്ട് കോഴ്സിനെ കുറിച്ച് ഞാൻ പറയുമ്പം ഇതിനെക്കുറിച്ച് അധികം അറിയാത്തവർക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ, എന്താണ് ഈ രണ്ട് കോഴ്സസ് എന്നുള്ളത്, അതുപോലെ ഈ രണ്ട് കോഴ്സസ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാം ഈ രണ്ട് കോഴ്സസും തമ്മിലുള്ള ഡിഫറൻസും ഈ രണ്ട് കോഴ്സസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള കോഴ്സ് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് ആണോ അല്ലെങ്കിൽ BSc നോട്ടിക്കൽ സയൻസ് ആണോ എന്ന്. അപ്പോൾ വീഡിയോ കണ്ടു വെക്കാം. ആദ്യം തന്നെ നമുക്ക് DNSനെ കുറിച്ച് പറയാം, ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്. ഇതിന് മുഴുവനായിട്ട് പറയുന്നത് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് ലീഡിംഗ് ടു അപ്ലൈഡ് സയൻസ് എന്നാണ്. സെൻട്രൽ ഗവൺമെന്റിന്റെ യൂണിവേഴ്സിറ്റി ആയ ഇന്ത്യൻ മെറിടൈം യൂണിവേഴ്സിറ്റി ആണ് ഈ ഒരു കോഴ്സ് നമ്മുടെ ഇന്ത്യയിൽ നടത്തി വരുന്നത്. ഈ ഒരു കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 ഇയർ ആണ്. 1 ഇയറിൽ നിങ്ങൾക്ക് 2 സെമിസ്റ്റേഴ്സ് പഠിക്കാനുണ്ടാകും. ഈ ഒരു കോഴ്സ് പഠിച്ച് 1 ഇയർ ഒക്കെ പഠിച്ച് എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഷിപ്പിൽ ഒരു ഡെക്ക് കാഡറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ഇതൊരു ട്രെയിനിങ് പീരീഡ് ആണ്. അപ്പോൾ ഈ ഡെക്ക് കാഡറ്റിൽ നിന്നും നിങ്ങൾക്കൊരു പ്രൊമോഷൻ ലഭിച്ച് ഒരു ഓഫീസർ റാങ്കിലോട്ടേക്ക് മാറണമെന്നുണ്ടെങ്കിൽ എക്സാംസ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. ഈ ഒരു ട്രെയിനി കാഡറ്റായിട്ട് നിങ്ങൾ അത് ഡെക്ക് കാഡറ്റായിട്ട് ഒരു 18 മാസത്തെ സീ സർവീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പം ഒരു ട്രെയിനിക്ക് 9 മാസമായിരിക്കും ഒരു ഷിപ്പിലെ കോൺട്രാക്ട് വരുന്നത്. അങ്ങനെ ആവുമ്പോൾ 2 ഷിപ്പിൽ നിങ്ങൾ സെയിലിംഗ് നടത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ 18 മാസത്തെ സീ സർവീസ് കംപ്ലീറ്റ് ആകും. അതിനുശേഷം ഓഫീസർ റാങ്കിലേക്കുള്ള പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കോഴ്സസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ വേറെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം. കാരണം ഇതും കൂടി അതിൽ ഈ ഒരു വീഡിയോയിൽ ആ ഒരു കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ലോങ് വീഡിയോ കാണുന്നവർക്ക് കുറച്ച് കൺഫ്യൂഷനും ആവും. അപ്പോൾ അത് വേറെ തന്നെ ചെയ്യാം. അപ്പോൾ ഈ ഒരു എക്സാംസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് അതിലും കൂടി നിങ്ങൾ എക്സാംസ് ഒക്കെ പാസ്സായി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്രൊമോഷൻ ലഭിക്കുന്നതായിരിക്കും 3rd ഓഫീസറായിട്ട്. അതിനുശേഷം പിന്നെ ഓരോ റാങ്കിലേക്ക് പ്രൊമോഷൻ ലഭിക്കാൻ ഇതുപോലെ കോഴ്സസും എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് 3rd ഓഫീസർ, 2nd ഓഫീസർ, ചീഫ് ഓഫീസർ, ഫൈനലി ഷിപ്പിലെ ക്യാപ്റ്റൻ ആകാൻ സാധിക്കും. ഇനി നമുക്ക് BSc നോട്ടിക്കൽ സയൻസിനെ കുറിച്ചിട്ട് അറിയാം. BSc നോട്ടിക്കൽ സയൻസ് 3 വർഷത്തെ ഒരു കോഴ്സാണ്. ഇത് 6 സെമിസ്റ്റേഴ്സ് ആണ് വരുന്നത്. ഈ ഒരു 3 വർഷം നിങ്ങൾ പഠിച്ച് എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷിപ്പിൽ ഡെക്ക് കാഡറ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് വന്നിട്ടുണ്ടാവില്ലേ, 3 വർഷം BSc നോട്ടിക്കൽ സയൻസ് പഠിച്ചു കഴിഞ്ഞാലും ഡെക്ക് കാഡറ്റ്, 1 വർഷം ഡിപ്ലോമ നോട്ടിക്കൽ സയൻസ് പഠിച്ചാലും ഡെക്ക് കാഡറ്റ്, ഇത് ഒരേ റാങ്ക് തന്നെയാണല്ലോ വരുന്നത്. പിന്നെ ഈ 3 വർഷവും 1 വർഷവും തമ്മിൽ എന്താ ഡിഫറൻസ് എന്നുള്ളത്? ഡിഫറൻസ് ഉണ്ട്. ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് പഠിച്ച് ഡെക്ക് കാഡറ്റ് ആയിട്ട് ഷിപ്പിൽ ജോയിൻ ചെയ്ത നിങ്ങൾ ഒരു 3rd ഓഫീസർ റാങ്കിലേക്ക് പ്രൊമോഷന് വേണ്ടി എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 18 മാസത്തെ സീ സർവീസ് വേണമെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ BSc നോട്ടിക്കൽ സയൻസ് 3 വർഷത്തെ കോഴ്സ് പഠിച്ച് ഒരു ഡെക്ക് കാഡറ്റ് ആയിട്ട് ഷിപ്പിൽ ജോയിൻ ചെയ്ത നിങ്ങൾക്ക് ഓഫീസർ റാങ്കിലേക്ക് പ്രൊമോഷൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് 12 മാസത്തെ സീ സർവീസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇപ്പം രണ്ടിനും ഡിഫറൻസ് മനസ്സിലായില്ലേ? അപ്പോൾ 12 മാസത്തെ സീ സർവീസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള എക്സാം അറ്റൻഡ് ചെയ്യാം. ഈ 2 കോഴ്സസും ഇന്ത്യൻ മെറിടൈം യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവരുടെ തന്നെ കോളേജസിലോ ഇവരുടെ അഫിലിയേറ്റ് ആയിട്ടുള്ള മറ്റു കോളേജസിലോ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാൻ സാധിക്കും. ഇനി ഈ ഒരു കോഴ്സിന്റെ ഫീസിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും അല്ലേ? ഫീസ് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസിനാണെങ്കിൽ 3.5 ലക്ഷം തൊട്ടിട്ട് ഒരു 7 ലക്ഷം വരെയാണ് ഫീസ് വരുന്നത്. BSc നോട്ടിക്കൽ സയൻസിന് 8 ലക്ഷം തൊട്ട് 15 ലക്ഷം വരെ. ഇത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അനുസരിച്ചിട്ടാണ് വേരി ചെയ്യുന്നത്. ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് പഠിക്കുന്നവർക്ക് IME പറയുന്നത് സ്പോൺസർഷിപ്പ് മസ്റ്റ് ആയിട്ടും വേണമെന്ന് തന്നെയാണ്. അതുകൊണ്ട് +2 കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് നിങ്ങൾ സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം. ഇനി BSc നോട്ടിക്കൽ സയൻസ് ആണെങ്കിൽ അവർക്ക് പ്ലേസ്മെന്റ് എന്തായാലും ഉണ്ടാകും. അപ്പോൾ ഒരു BSc നോട്ടിക്കൽ സയൻസ് കോഴ്സ് പഠിക്കാൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ മെയിനായിട്ട് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം ഒരു പ്ലേസ്മെന്റ് ഉള്ള ഒരു കോളേജിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് മുന്നത്തെ പ്ലേസ്മെന്റ് ഹിസ്റ്ററി, പ്ലേസ്മെന്റ് റെക്കോർഡുകളൊക്കെ അറിഞ്ഞ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു BSc നോട്ടിക്കൽ സയൻസ് പഠിക്കേണ്ട കോളേജ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ.
ഈ 2 കോഴ്സസും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് IMU CET എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കണം. ഏജ് ക്രൈറ്റീരിയ വരുന്നത് 17 തൊട്ട് 25 വയസ്സ് വരെയാണ്. 17 വയസ്സ് സ്റ്റാർട്ട് ചെയ്തവർക്കും 25 വയസ്സിനുള്ളിലുള്ളവർക്കും ഈ ഒരു കോഴ്സ് പഠിക്കാവുന്നതാണ്. അപ്പം ഷിപ്പിലെ ഓഫീസർ റാങ്കിലേക്ക് ഒരു ജോലിക്ക് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇനി ഒട്ടും മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒന്നിക്കൽ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസോ അല്ലെങ്കിൽ BSc നോട്ടിക്കൽ സയൻസോ പഠിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഡൗട്ട് മാറിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഈ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അല്ലാത്തവർക്ക് എൻ്റെ Instagram ID ഞാൻ മെൻഷൻ ചെയ്യാം. അതിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാം. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്തൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക്